ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഓവർ ഇൻട്രോ പറഞ്ഞ് ലാഗ് ആക്കണില്ല. നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ. ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കണം 3 കാര്യം. ഇതിൽ മൂന്നാമത്തെ കാര്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് ക്യാൻവാസ് സൈസ്. നമ്മൾ വരയ്ക്കുന്ന വെച്ചിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് നമ്മുടെ ക്യാൻവാസ് സൈസ് ആണ്. അതിപ്പോൾ എല്ലാ ആപ്ലിക്കേഷനിലും എല്ലാ സോഫ്റ്റ്വെയറിലും ഒരുപോലെ തന്നെയാണ്. നമ്മൾ ചെറിയ ക്യാൻവാസ് സൈസ് ചൂസ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് സൂം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിന്റ് സൈസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴോ അതിൻ്റെ ക്വാളിറ്റി കുറയും. ലൈൻസ് ഒക്കെ പിക്സലേറ്റഡ് ആയി കാണും. അതുകൊണ്ട് ഡ്രോയിങ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നീഡ് അനുസരിച്ച് ആവശ്യത്തിനുള്ള സൈസ് ക്യാൻവാസ് സൈസ് ചൂസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രം പോസ്റ്റ് ചെയ്യാനാണ് വരയ്ക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഡയമെൻഷൻ ചൂസ് ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾക്ക് പ്രിന്റോ ഫ്രെയിമോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റെസൊല്യൂഷനുള്ള ക്യാൻവാസ് എടുത്താൽ ഡീറ്റെയിൽസ് കൂടുതൽ ക്ലീൻ ആയിരിക്കും. അതുപോലെ ലൈൻസ് ഒക്കെ സ്മൂത്ത് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ലെയേഴ്സ്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലെയേഴ്സ്. അത് ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് എന്താണ് കേട്ടോ ഈ ഒരു ഇത്. നമ്മൾ ഏത് ഡ്രോയിങ് ചെയ്യുമ്പോഴും എല്ലാ പാർട്ടും ഓരോരോ ലെയർ ബൈ ലെയർ ആയിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഔട്ട്ലൈൻ ഒരു ലെയർ, ബേസ് കളർ നെക്സ്റ്റ് ലെയർ, അതുപോലെ ഹൈലൈറ്റ് ഒരു ലെയർ, ഡാർക്ക് ഷെയ്ഡ്സ് ഒരു ലെയർ, ഇങ്ങനെ എല്ലാം ഡിഫറെന്റ് ലെയർ വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഏതെങ്കിലും ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ പോർഷൻ മാത്രമായിട്ട് മാറ്റാൻ ഈസി ആയിരിക്കും. കാരണം അതൊരു സെപ്പറേറ്റ് ലെയറിലാണല്ലോ. അതുപോലെ ഇപ്പോൾ ഔട്ട്ലൈനും ബേസ് ലെയർ മാത്രമല്ല, ബേസിക് കളേഴ്സ് മാത്രമല്ല, ഇപ്പോൾ സ്കിന്നൊരു ലെയറിലാണ് വരയ്ക്കുന്നതെങ്കിൽ അതുപോലെ ഈ ഹെയർ വേറൊരു ലെയറിൽ വരയ്ക്കാം. അല്ലാതെ സ്കിന്നും ഹെയറും ഒരു ലെയറിൽ വരയ്ക്കുന്നത് ഒഴിവാക്കുക. എല്ലാ ബോഡി പാർട്സിനും സെപ്പറേറ്റ് ലെയേഴ്സ് എടുത്ത് വരയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിലൊരു ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലെയറിൽ മാത്രമായിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ ഒരു ലെയറിലാണ് വരയ്ക്കുന്നതെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവസാനമായിട്ട് പറയാനുള്ളത് ഇതൊരു ബോണസ് ടിപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം. നിങ്ങൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഡ്രോയിങ്ങിൻ്റെ ഇടയ്ക്ക് ഓരോ ബ്രേക്ക് എടുക്കുന്നത് ബെസ്റ്റാണ്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈക്കും കണ്ണിനൊക്കെ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അത് കാരണം ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അത് കാരണം നമ്മൾ ഈ ഒരു ഡ്രോയിങ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് എടുക്കാം. ഒരു 1 മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു 5-10 മിനിറ്റ് മാത്രം ജസ്റ്റ് ഒരു ബ്രേക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എണീറ്റ് നടക്കുക. പിന്നെ നമ്മൾ ഈ വരച്ച ഡ്രോയിങ് ഒന്ന് അവിടെ വെച്ച് ഒബ്സർവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര നേരം നമ്മൾ വരച്ചതും ഇനി എന്തൊക്കെ അതിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട് എന്നുള്ളതും അത് എന്തെല്ലാം ചേഞ്ച് ചെയ്യാന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ ബ്രേക്കൊക്കെ എടുത്ത് കഴിയുമ്പോൾ പിന്നീട് ആ ഫോട്ടോ നോക്കുമ്പോൾ അതിലെ ലൈറ്റിങ്, അതിൻ്റെ പ്രൊപ്പോർഷൻസ് ഇതെല്ലാം നമുക്ക് ചേഞ്ച് വരുത്തണം എന്ന് തോന്നും. അല്ലെങ്കിൽ അതിലൊരു ചെറിയൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ ബ്രേക്ക് എടുക്കുന്നത് നമ്മുടെ കണ്ണിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്ന ഫോട്ടോയും ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. ഇതുപോലെ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു. കണ്ണിന് നമുക്ക് സ്ട്രെയിൻ കുറയും, പിന്നെ ഒബ്സർവിങ് അത് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കിട്ടും. ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുക്കുമ്പോൾ അതിലേക്കുള്ള ഒരു കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ബ്രേക്ക് എടുക്കുന്ന ശീലം നിങ്ങളുടെ ഇമേജിന്റെ ക്വാളിറ്റി കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും. കാരണം നമ്മൾ വരയ്ക്കുന്ന ഫോട്ടോ ഒന്നുകൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഒരു ചെറിയൊരു ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങൾ കമന്റ് ഇടാൻ മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വരകൾ തുടരും. ബൈ.